ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്. നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് മുമ്പ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭയത്തിന് യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്കുള്ള സമ്മാനം യൂണിവേഴ്സ് നീട്ടിത്തരുന്നുണ്ട്. നിങ്ങളത് സ്വീകരിക്കുക എന്നാണ്. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നിരാശയിലാണ്ട് ഇങ്ങനെ നിൽക്കേണ്ട അല്ലെങ്കിൽ വേദനിച്ചിരിക്കേണ്ട ഒരാവശ്യമേ ഇല്ല. നിങ്ങൾക്കുള്ള സമ്മാനം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നെ വെച്ച് നീട്ടുന്നുണ്ട്. നിങ്ങളത് സ്വീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അബണ്ടൻസ് കാണാനായിട്ട് സാധിക്കാത്ത വിധം നിങ്ങൾ വേദനയിലാണ് ഇരിക്കുന്നത്, നിരാശയിലാണ് ഇരിക്കുന്നത്, ഡിപ്രഷനിലാണ് ഇരിക്കുന്നത്. ഇനിമേൽ അതിൻ്റെ ആവശ്യമില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് പാപപരിഹാരം തരുന്നുണ്ട്. നിങ്ങൾക്ക് മോചനം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായിരിക്കാനുള്ള അവസരം തരുന്നുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്ത് വീതം വെച്ച് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട് കയറിക്കൂടലാവാം, അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും ഒരു നടപടികൾ ചെയ്യുന്നതാവാം. ചിലപ്പോൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് അതിലുള്ള വീട് നിങ്ങൾക്ക് എഴുതി കിട്ടുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതികളിലൂടെ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ചെറിയ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അടുത്ത കാർഡ് സൺ കാർഡാണ്. അപ്പോൾ ഒരുപാട് പേര് ഹീൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടന്ന് ഹീൽ ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു നിഷ്കളങ്കമായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ മുന്നിലേക്ക് വരുന്നതും ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ വളരെ പോസിറ്റിവിറ്റി, നിങ്ങൾക്ക് രാവിലെ തന്നെ വളരെ സന്തോഷം, വളരെ പോസിറ്റിവിറ്റി ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എനിക്കിനി നല്ലതാണ് വരുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് എന്തോ നല്ലതൊക്കെ വരാൻ പോകുന്നുണ്ടെന്നൊരു പോസിറ്റീവ് ചിന്ത നിങ്ങൾക്ക് ഇന്നേ ദിവസം വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ അതിലെല്ലാം നിങ്ങൾ എന്തിൽ കൈതൊട്ടാൽ ഇന്നത് പൊന്നാവുന്ന ദിവസമാണ്. അപ്പം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ്. വളരെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും, മറ്റുള്ളവരെ ഹാപ്പി ആക്കാനും പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ വളരെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നിങ്ങൾ നേരത്തെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഇരുന്നതെങ്കിൽ, ആളുകളോട് മിണ്ടാതെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഇരുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരിക്കും. ആളുകളോടൊക്കെ സമ്പർക്കത്തിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് എല്ലാം ഈ ഭയങ്കര ഹെക്റ്റിക് ആയിരുന്ന സാഹചര്യങ്ങളൊക്കെ ഒരു ഊഷ്മളതയിലേക്ക്, ഒരു നല്ല ബന്ധങ്ങളൊക്കെ ഒരു ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ, ചെറിയ ട്രിപ്പൊക്കെ പോകാൻ, യാത്ര പോകാനൊക്കെ സാധ്യതയുണ്ട്. കുതിര റൈഡ് ചെയ്യുന്ന കുട്ടിയെ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ ആഹ്ലാദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രിപ്പ് പോകുന്നതായിരിക്കും, കല്യാണത്തിൽ പങ്കെടുക്കുന്നതാവാം. ചെറുതാണെങ്കിൽ ഒരു യാത്ര പോകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇന്നേ ദിവസം നിങ്ങൾ വിജയിച്ചു എന്ന് മനസ്സിലാവുന്ന ഒരു ദിവസമാണ്. അതായത് എന്തൊക്കെയാണോ നിങ്ങളുടെ ഉദ്യമങ്ങൾ അതെല്ലാം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുൻപ് അവസാനിപ്പിച്ച് കളഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പുനർജന്മം ഇന്നേ ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ല ഇന്ന് പുതിയതായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു റീബർത്ത്, സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ള ഒരു പുതിയ പ്രോസസ്സാണ്. ഇന്നത്തെ
ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ച് വൈകിട്ട് അസ്തമിക്കുന്നു, വീണ്ടും രാവിലെ ഉദിക്കുവാണ്. അപ്പോൾ പുതിയ ഫ്രഷ് ബിഗിനിങ് ആണ്. അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ എൻഡായിട്ട് വളരെ പുതിയ നിങ്ങളാണ് ഇന്നേ ദിവസം ഉണ്ടാകാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നോ അതിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരാളായിട്ടായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഒന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഓവർ ടൈം ചെയ്യുന്നുണ്ടാവും, കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഓവർ ടൈം ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. വർക്ക് പ്ലേസിൽ നിന്ന് തന്നെയല്ല, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ എഫേർട്ട് എടുക്കുക, കൂടുതൽ പണം നേടുക, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രാവീണ്യം നേടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ പണം നേടി കൂടുതൽ സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പണം ധാരാളമായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ അടിക്കടി അത് ചെയ്ത് നിങ്ങൾക്ക് അതിലൊരു നിങ്ങൾ അതിലൊരു മാസ്റ്റർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ആവുന്നതായിട്ടും നിങ്ങൾ വളരെ ഒരു നല്ല മാസ്റ്ററായിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്ത വീണ്ടും 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കാലുവേദന, കൈവേദന, പുറംവേദന, അങ്ങനെയുള്ള വേദനകൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഇന്ന് നിങ്ങളൊരു വല്ലാത്ത മാനസിക നിലയിലായിരിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ആളുകൾ, ഇപ്പോൾ വിദേശത്ത് ഗൾഫിലൊക്കെ ആളുകളാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് അവധി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു റെസ്റ്റ് എടുക്കേണ്ട എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കണം, നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു സർജറിയൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം സർജറിയൊക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ പനിയായിരിക്കും, വെറുതെ പനിയാണെങ്കിൽ പോലും പനി പിടിച്ച് ആശുപത്രിയിലാവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ട് കാലോ കയ്യോ പൊടിഞ്ഞിട്ട് കിടക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ എനർജി ഉണ്ടെന്നാണ് കേട്ടോ. ഓൾറെഡി അങ്ങനെ പറ്റിയിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേദനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അപകടം പറ്റി കിടക്കുന്ന ആളുകളെ കാണാൻ നിങ്ങൾ പോകുന്നതാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ അപകടം പറ്റിയെന്ന് കേൾക്കുന്നതാവാം, മരണം കേൾക്കുന്നതാവാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 4 ഓഫ് സോൾസ് പറയുന്നത്. ഓക്കെ, അതാണ് 4 ഓഫ് സോൾസ് പറയുന്നത്. പിന്നെ ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കണ്ട. അത് പിന്നത്തേക്കാവട്ടെ. ഇന്ന് നിങ്ങൾ അതിനുള്ളൊരു മാനസിക നിലയിലല്ല. അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. അടുത്തത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാഹചര്യം കിട്ടും, അല്ലെങ്കിൽ ദാനം ചെയ്യാൻ അവസരം കിട്ടുമെന്നാണ്. അതായത് നിങ്ങൾ സമ്പാദിച്ച പണത്തിൽ നിന്ന് ഒരു തുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തിരിച്ച് പണം കൊടുക്കാൻ സാധിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരുപാട് പണം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും കൂടെ പണം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, സ്നേഹമായാലും പണമായാലും എന്ത് തന്നെ ആയാലും അത് അർഹതയുള്ള ആളുകൾക്കാണോ കൊടുക്കുന്നതെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അർഹതപ്പെട്ട അല്ലാത്തവർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അതാണ് പറയുന്നത്, കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്നത്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്നത്. അതായത് ആ കൊടുക്കുന്നതിന് ആറ്റിലോട്ട് കളയുവാണെങ്കിൽ പോലും അത് അളന്നേ കളയാവുള്ളൂ, അതിനൊരു കണക്ക് വേണം. നമുക്ക് ആർക്ക് കൊടുക്കുമ്പോഴും അതൊരു അളന്നേ കൊടുക്കാൻ പാടുള്ളൂ. അത് അർഹതപ്പെട്ട ആൾക്കാണോ എന്ന് മാത്രം നോക്കിയിട്ട് മാത്രം കൊടുക്കുക. അർഹതയില്ലാത്ത ആളുകൾക്ക് നമ്മൾ കൊണ്ടുപോയി എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം പറയത്തില്ലേ, മൂർഖൻ പാമ്പിനാണല്ലോ പാല് കൊടുത്തതെന്ന്. അപ്പോൾ എത്ര കൊടുത്തിട്ടും കാര്യമില്ല, അത് അതിൻ്റെ തനിക്കോണം കാണിക്കും. അതാണ്. അടുത്തത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലായിരിക്കും. നിങ്ങൾക്ക് മനസ്സ് നിറച്ച് സ്നേഹമായിരിക്കും, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കാതെ അതിങ്ങനെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക. പിന്നെ പുറത്ത് എന്ത് നടന്നാലും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായിരിക്കും. ഈ രാജാവിരിക്കുന്ന സിംഹാസനം എന്ന് പറയുന്നത് വളരെ കലുഷിതമായ ഒരു കടലിൻ്റെ നടുക്കാണ് സിംഹാസനം ഇട്ടൊരു രാജാവ് ഇരിക്കുന്നത്. അപ്പോൾ രാജാവിന് സത്യത്തിൽ പറഞ്ഞാൽ രാജാവിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, പക്ഷേ രാജാവ് വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ടാണ് ഇതിന് മുകളിലിരിക്കുന്നത്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും വളരെ മച്ചുറായിരിക്കും. അപ്പം ഭയമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരാളാണ്
കിങ് ഓഫ് കപ്പാണ്, നിറച്ച സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് പറയുന്ന പോലെയാണ്. അത് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞിട്ട് വെച്ചിട്ട് പ്രത്യേകിച്ചൊരു കാര്യം ഇല്ല. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ വിതറി വേണ്ടവർക്കൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് കിങ് ഓഫ് കപ്സ്, നിങ്ങൾ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം കിട്ടുക തന്നെ ചെയ്യും. അടുത്തത് മൂൺ കാർഡാണ്. അപ്പോൾ ഇന്ന് ഒരു പേടി, ഭയം അതൊക്കെ നിങ്ങൾക്ക് തോന്നാനായിട്ട്, ഒരു മൂഡ് സ്വിങ്സ് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ഒരു ഡിപ്രഷൻ പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇമോഷണലി നിങ്ങൾക്ക് ഇംബാലൻസ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സന്തോഷിക്കുക, അങ്ങനെയുള്ളൊരു മൂഡ് സ്വിങ്സിലേക്ക് നിങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉള്ളിനുള്ളിൽ എന്താണെന്നറിയാത്തൊരു ഭയം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് ഇന്ന് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഒരു ഷോൾഡർ പെയിൻ വന്നെന്ന് വിചാരിക്കുക, അവരെ നിങ്ങൾ കാണുന്ന പോലും ഉണ്ടാവത്തില്ല, പക്ഷേ അതേ സെയിം ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കോ ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ തേടി ഇരിക്കുമ്പോൾ എന്തായാലും വൈകുന്നേരത്തിനകം ഇന്ന ആൾക്കാണ് ഷോൾഡർ പെയിൻ ഉള്ളതെന്ന് നിങ്ങൾ അറിയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ അത് വേറെ ആർക്കോ ഫീൽ ചെയ്തത് നിങ്ങൾക്ക് മിറർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പം ഞാനിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്, നല്ല സ്മെല്ലുള്ളൊരു ഫ്രൂട്ട് പറയാം, മാംഗോ വളരെ ഇഷ്ടമാണ്, നമുക്ക് നല്ലൊരു ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ ഞാൻ മാംഗോ തിന്നുവാണ്. അങ്ങനെയാണെങ്കിൽ എന്നോട് വളരെ ആത്മബന്ധമുള്ള ഒരാൾ ആണ് നിങ്ങളിൽ ആരെങ്കിലുമെങ്കിലും, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു മാംഗോ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സെയിം സ്മെല്ല് ഫീൽ ചെയ്യും. ചിലർക്കത് ടച്ചായിട്ടായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് പെയിൻ വരുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യുന്ന പോലെ ഞാൻ കഴിക്കുന്ന ഒരു ഫ്രൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെയോ സ്മെല്ലായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ചിലർക്കത് ടച്ചായിട്ടായിരിക്കും, ചിലർക്ക് പെയിൻ ആയിട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ ഏതെങ്കിലുമൊക്കെ സെൻസേഷൻസ് നിങ്ങൾക്ക് ഇന്ന് മിറർ ചെയ്യാൻ പറ്റും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആർക്കോ അത് ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലാതെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഈ വേദനയൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആർക്കോ മിറർ ചെയ്താണ്. എന്തായാലും വൈകുന്നേരത്തിനകം അത് ആർക്കായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതായും ഗട്ട് ഫീലിംഗ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കള്ളത്തരം പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരിക്കും. ചിലപ്പോൾ കള്ളത്തരമൊക്കെ പൊളിഞ്ഞ് വീഴുന്നതായിരിക്കും. നിങ്ങൾ മനക്കോട്ട കെട്ടി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുറംമൂടിയൊക്കെ ചെതറിപ്പോയി വീണ് പോകുന്നതാവാം. അതായത് നിങ്ങൾ കള്ളത്തരത്തിലൊരു മൂടി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ കള്ളത്തരമൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊളിയുമോ എന്നോർത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടെങ്കിൽ ഇന്നേ ദിവസം അതിനൊരു സാധ്യതയില്ലാതില്ല. അപ്പോൾ മൂൺ എനർജി ഉണ്ട്, മൂഡ് സ്വിങ്സ് വരും, പേടിക്കണ്ട. മൂൺ എനർജിയുടെയാണ് കേട്ടോ, മൂൺ ഇമ്പാക്റ്റ് ആണ്. അടുത്ത കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു ജോലി ഓഫറോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊരു സഹായമോ നിങ്ങളിൽ പിരിഞ്ഞു പോയ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതോ എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം ആയിരിക്കും. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ വളരെ ഇൻഡ്യൂട്ടീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ പേരോ അവരെക്കുറിച്ചുള്ള ഓർമ്മകളോ വരും. ഇന്ന് നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുന്ന ആളുകൾ തന്നെ നിങ്ങൾക്ക് ഇന്ന ദിവസം മെസ്സേജൊക്കെ അയക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് സാധനം കണ്ടാലും ഇന്ന് ഭയങ്കര ആകാംക്ഷയായിരിക്കും. ഇതിനകത്ത് ഇതെന്തുവാ ഇങ്ങനെ, എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ആകാംക്ഷയോടുകൂടി നിങ്ങളിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിസ്ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നുന്നതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ സർപ്രൈസും ഗിഫ്റ്റും ഒക്കെ കിട്ടാൻ സാധ്യതയും ഉണ്ട്. പിന്നെ ഇത് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിലേക്കൊരു ന്യൂ ലവ് വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത്. ന്യൂ ലവ് ആണ്. ചിലപ്പോൾ പഴയ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നിട്ട് ബ്രേക്കപ്പ് ആയി പോയ ആളുകൾക്കാണെങ്കിൽ ആ പേഴ്സൺ തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. വീണ്ടും ഇൻഡ്യൂഷനെ കുറിച്ചും നിഗൂഢതകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കുറച്ച് കുറച്ചധികം ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിന്ന് ഒരു മൂകതയൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില മൂകതകളൊക്കെ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. കാരണം
നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പുറമേ ചിരിക്കുകയും കളിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു പാരലൽ വേൾഡ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഉള്ളിലെ ചിന്തകൾ മറ്റെന്തൊക്കെയോ ആണ്, പുറമേ നിങ്ങൾ കാണിക്കുന്ന വേറെ എന്തൊക്കെയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ്. ഒരുപാട് നിഗൂഢതകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്ന ദിവസം തോന്നാനായിട്ട് സാധ്യതയുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് കുറച്ചധികം പേര് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അതിന്ന ദിവസം വന്നു കിട്ടുമെന്നാണ് കാണുന്നത്. അതാണ് 9 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അതിപ്പോൾ ഒരു പേഴ്സണെ കാത്തിരിക്കുന്നവരായാലും പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായാലും നിങ്ങൾക്ക് ഇന്ന ദിവസം നിങ്ങളെ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത്, നല്ലതാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലത് തന്നെ വന്നു ചേരും. നെഗറ്റീവാണ് ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതാണ് അന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ്? ഏഞ്ചൽസ് ഗൈഡൻസ് ഫോർ യു ടുഡേ. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഫസ്റ്റ്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻഫുൾ ആയിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെയായാലും അതിലൊരു മാറ്റം വരും, അതിൽ ഇംപ്രൂവ്മെൻറ്റ് വരുമെന്നാണ് കാണിക്കുന്നത്. അടുത്തത് ഇംപ്രൂവിങ് ഹെൽത്ത്. ഇവിടെ ഫോറോസോഡ് ഉണ്ടല്ലോ, അപ്പോൾ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുറേ ആളുകളെ കാണുന്നുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇംപ്രൂവിങ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ശാരീരികമാകാം മാനസികമാകും കേട്ടോ. രണ്ട് ഹെൽത്താണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൊരു മനസ്സിലിരിക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ടേക്ക് ആക്ഷൻ. നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുക, അതിൻ്റെ ഫലമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഫലമൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തന്നോളും. അൺലൈക്ക്ലി എന്നും കൂടി കാർഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതെന്നോ അസാധാരണമായതെന്നോ ഒക്കെയാണ് അർത്ഥം. ഓക്കെ, ഇതാണിപ്പോൾ ഏഞ്ചൽസ് ഗൈഡൻസ്. ഇനി ലവേഴ്സിനൊക്കെ ഉള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സ് അല്ലാത്തവരൊക്കെ പൊക്കോട്ടോ. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഇന്ന് ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത്? ഫസ്റ്റ് കാർഡ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ഇഷ്യൂസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട, അതിനെയെല്ലാം നാച്ചുറലായിട്ട് തുറന്നു വിടുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒന്നിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് പോകണ്ട, ഇഷ്യൂസ് ഒന്നും അതിൻ്റെ പേരിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നുണ്ട്. ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. അതായത് വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ചാൻസും കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ആ റിലേഷൻഷിപ്പിൽ ഒന്നുകൊണ്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അത് അടുത്തത് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പേരൻസ്. നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ക്ലിയർ ആവുന്നതനുസരിച്ച് നിങ്ങളുടെ ലവ് ലൈഫും ക്യൂർഡ് ആവുന്നതാണ് കേട്ടോ. അടുത്തത് റിലീജിയസ് ഫാക്ടേഴ്സ്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറയുന്നത് അതിനെ സ്വാധീനിക്കുന്നത് നിങ്ങൾ വളർന്നു വന്ന ആ ഒരു ഏത് സാഹചര്യത്തിലാണ്, ഏത് സ്പിരിച്വൽ അല്ലെങ്കിൽ ഏത് റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആണോ നിങ്ങൾക്കുള്ളത്, അതും നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ലവ് ലൈഫിനെ കൺട്രോൾ ചെയ്യുമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു തീരുമാനത്തിലേക്ക് വരിക. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഇറ്റ് ഈസ് അപ് ടു ഈച്ച് വൺ ഓഫ് യു ആണ്. നിങ്ങൾ ഓരോരുത്തരുടെയും തീരുമാനമാണ് ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉള്ളവർ എന്താണ് കാരണമെന്ന് ആലോചിക്കുക, അതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നാലോചിക്കുക. നിങ്ങൾക്ക് കൃത്യമായി കാരണം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. റെസനേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആണ് എടുത്ത് നോക്കേണ്ടത്. റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ താൽക്കാലികമായി റെസനേറ്റ് ആവുന്നില്ല, പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ടാണ് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവരോടാണ്. റെസനേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ടും റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ എനർജി ഷിഫ്റ്റിങ് വരുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ കുറച്ച് കാത്തിരിക്കുക. ഇപ്പം തന്നെ റിസൾട്ട് വേണമെന്ന്
നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസണേറ്റ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.